അൾട്ടിമേറ്റ്ലി വേടൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയം. എന്തായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. നിനക്ക് എത്ര തന്തയുണ്ടടാ? 3 എണ്ണം. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേരളം പോലെ സ്ഥലത്ത് അവന് ഈ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. അവൻ്റെ അവസ്ഥ, അവൻ്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കത്തി കയറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മത്തി കീറുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെല്ലാം ചെയ്യാം. പക്ഷേ നന്മവരം കളിക്കും. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? വെറുതെ ചിരിപ്പിക്കരുത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കണക്ക് പേരെഴുതി ഞാൻ എഴുതിത്തരാം. ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് തായ്ലൻഡിൽ പോയിട്ട് ഞാനൊരു 10-22 കൂളിംഗ് ഗ്ലാസ് മേടിച്ച് നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ കൊണ്ടുപോയി വെച്ചോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ജനത്തെ കാണിക്കാനല്ല, ഇപ്പൊ ഇത് ചോദിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞാണ്. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നു പിടിക്കലും അല്ലേ? സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.